എക്സ്ക്യൂസ് മീ, ഇത് ലോക്ക് തുറക്കുന്നില്ല. ക്യാൻ യു ഹെൽപ്പ് മീ? യാ ഷുവർ, ഞാനൊന്ന് നോക്കട്ടെ. ആ തുറന്നല്ലോ. താങ്ക് യു. താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഏയ് ഐ ആം ജസ്റ്റ് കിഡിങ്. ഒരു കോഫി ആയാലോ? യാ, തന്നാ കുടിക്കും. കോഫി. I'm sorry. It's okay. ഷർട്ടിലാകെ കോഫി ആയല്ലോ. It's okay അഞ്ജു, കുഴപ്പമില്ല. ഓക്കേടോ. ആ ഇനി താ വീഴാതെ, നിലത്തൊക്കെ കോഫിയാ. ആ ഷർട്ടിങ് ഊര്, ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അതൊന്നും വേണ്ട. പറയുന്ന കേൾക്കൂ, അതിങ്ങ് തരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആ ചെറുതായി നീറുന്നു, പൊള്ളിയും തോന്നുന്നു. ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കേടാ. ആ നീറ്റലാണല്ലോ, റെഡ് കളറായെന്ന് തോന്നുന്നു. ഇതൊന്ന് ഊരിട്ടാലോ? എനിക്ക് പുകച്ചിലെടുക്കുക. ഇനിയൊന്ന് ഫാൻ കൊണ്ടാവണോ? ആ താ വന്നോ. ഞാൻ വല്ലാണ്ട് നീറ്റലും പുകച്ചിലും എടുത്തപ്പോ ഊരിയിട്ടതാ. സോറി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് കാറ്റുകൊണ്ടോട്ടെ. അവിടെ റെഡ് കളറായിട്ടുണ്ടല്ലോ, പൊള്ളിയോ? സോറി, ഐ ആം റിയലി സോറി. എന്തിനാടോ സോറിക്ക്? അറിയാണ്ട് വീണതല്ലേ, ഇനി സോറി പറയേണ്ടതാ. ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഒരു കോഫിയുടെ ആയാലോ? വെയിറ്റ്, ഞാനൊന്ന് എടുത്തിട്ട് വരാം. സ്റ്റോപ്പ് സ്റ്റഡിങ്. എന്തിനാ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്? ബിക്കോസ് യു ആർ സോ ബ്യൂട്ടിഫുൾ. ഭംഗിയുള്ള എന്ത് കണ്ടാലും നമ്മളങ്ങ് നോക്കി പോലെ, അങ്ങനെ നോക്കി നിന്നതാ. ये कर बैठी ना मोहब्बत के जोश में, बदला मौसम पिघला बन जागे
എന്നൊരു സ്പെഷ്യൽ ചായ്വ് എനിക്കുണ്ട്. എന്തോ സ്വന്തം ആവണം എന്നൊരു ഫീൽ. ഇതുവരെ ഉള്ള ഒരു റിലേഷനിലും ഫിസിക്കൽ റിലേഷൻ ആരോടും എനിക്കുണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈം ഇവളോടാ, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയതാ. ആക്ച്വലി അഞ്ജലി, ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഒരുപാട് ഗേൾസായിട്ട് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും അതൊന്നും ഞാൻ എൻ്റെ തലയിലാക്കാറില്ല. അതുപോലെ അതെനിക്ക് മനസ്സിലായി. എല്ലാരോടും ഈ ഡയലോഗാണോ പറയാറ്? ലുക്ക്, ഇന്നലെ സംഭവിച്ചതില് എനിക്കൊരു റിഗ്രറ്റും ഇല്ല. സോ എന്നെ സ്നേഹിക്കണമെന്നും കെട്ടണമെന്നും പറഞ്ഞ് തന്റെ മുന്നിൽ ഞാനൊരിക്കലും വരില്ല. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. എനിക്ക് കല്യാണം, കമ്മിറ്റ്മെന്റ്, ലവ് ഒന്നിനോടും താല്പര്യമില്ലാത്ത വ്യക്തിയാ. മാത്രമല്ല താൻ എന്റെ ടൈപ്പും അല്ല. വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഡ്രസ്സ് മാറി പോവാൻ നോക്ക്. വല്ലതും പറയാനുണ്ടോ കാർത്തിക്? 1 മിനിറ്റ്. അയാളുടെ പേര് കാർത്തിക് മേനോൻ എന്നാണോ? അതെ. ഓ, ഐ സി. ഇപ്പോഴല്ലേ എനിക്ക് ആളെ പിടികിട്ടിയ ദ ഇന്റർനാഷണൽ പ്ലേ ബോയ് കാർത്തിക് മേനോൻ. എനിക്ക് തന്നെ മുന്നേ അറിയാം. നല്ല കേട്ടുപരിചയമുണ്ടേ. നമ്മൾ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ശരി എന്നാ, ഇനി അടുത്ത ആളക്ക് ബൈ. ഇവളെ ഞാൻ വിചാരിച്ച പോലെയേ അല്ല, അഹങ്കാരി. അവൻ വിചാരിച്ചിട്ടുണ്ടാവും അവൻ കണ്ട എല്ലാ പെണ്ണുങ്ങളെ പോലെ ആയിരിക്കും ഞാനെന്ന്. എന്നോട് അവന്റെ കളി. പ്രീതിയുടെ കല്യാണമൊക്കെ എങ്ങനെ ഭംഗിയായി തന്നെ കഴിഞ്ഞില്ലേ മോളെ? ഹാ, അതൊക്കെ അടിപൊളിയായി തന്നെ നടന്നു. അമ്മക്ക് വരായിരുന്നു, എല്ലാരും അന്വേഷിച്ചു. നിനക്കറിയുന്നല്ല അഞ്ജു, എനിക്കിപ്പോ അങ്ങനെ പോകുന്നൊന്നും ഇഷ്ടമല്ല. ആ സമയത്ത് വല്ല ബുക്ക് ചെയ്തിയ അത്ര ഉപകാരം. അതെനിക്കറിയാം. ഇതെങ്ങനെ ഒരു പുസ്തകപ്പുഴായി പോയല്ലോ. എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ അമ്മക്കുള്ളൂ. ഒറ്റയ്ക്കിരിക്കുമ്പോഴാ എന്റെ മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നു വരിക. അതങ്ങ് കഥയിലോട്ട് വൈമാറും. അതാ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ. അതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല നീ? ഹാ, പിന്നെ പോവാതെ. റോസ് വരാന്ന് പറഞ്ഞു, അവളെ വെയിറ്റ് ചെയ്യാ. എങ്ങനെയുണ്ട് പുതിയ ഓഫീസൊക്കെ? പ്രീതി ഇനി തൊട്ട് വരില്ലേ? ഓഫീസൊക്കെ സൂപ്പറാ അമ്മ. ആളുകളും എല്ലാവരും പൊളിയാ. പിന്നെ പ്രീതി, അവളുടെ ഒന്നും എനിക്കറിയില്ല. അവളുടെ പോസ്റ്റിലാണല്ലോ ഞാൻ. സോ വരാം വരാതിരിക്കാം. എന്തായാലും നോക്കട്ടെ. അച്ഛൻ വിളിച്ചിരുന്നോ? പിന്നെ പപ്പ വിളിച്ചിരുന്നു. പപ്പ ഇപ്പോ മുംബൈയിലാ. ഏതോ ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. അമ്മേ, എന്നോട് ഇങ്ങനെ ചോദിക്കാതെ പപ്പയുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചൂടെ? ഫോണുണ്ട്, പപ്പയുടെ നമ്പറും ഉണ്ട്. പിന്നെന്താ അമ്മക്ക് വിളിച്ചാൽ? ഈ ഈഗോ ഒക്കെ കളഞ്ഞൂടെ? ഈഗോയോ? എനിക്കോ? എനിക്കതൊന്നുമില്ല മോളെ, നീ അത് വിട്. പിന്നെ അച്ഛമ്മക്ക് വിളിച്ചായിരുന്നോ നീ? ഇല്ലമ്മ, എനിക്ക് അവിടുന്ന് സമയം. എന്റെ ജോബ് പോലും പിന്നെ ഇവിടെ കേറലും പ്രീതിയുടെ കല്യാണം എല്ലാം കൊണ്ട് ഞാൻ ബിസിയായിരുന്നു. ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല, വിളിച്ചു നോക്കണം. എന്ന് നീ ഇങ്ങോട്ടാ വരുന്നേ അതോ ഫ്ലാറ്റിലോട്ട് പോവോ? എന്ന് ഞാൻ ഫ്ലാറ്റിൽ പോവാനാ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അമ്മയെ വിളിക്കാം. ഓ, റോസ് വന്നു. ഞാനെന്താ പോട്ടെ. പിന്നെ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടു. നീ BP കുറക്കാനും കൂട്ടാനൊന്നും നിക്കല്ല എന്റെ പൊന്നമ്മ. ശരി, ബൈ. ചെറിയ വേറെ വല്ല ടോപ്പിക്കും പറ. എനിക്കത് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഓ, അവളൊരു അഹങ്കാരിയാ. അവളൊക്കെ ആർക്ക് വേണം? ഇഡിയറ്റ്. ഓ, പരിചയപ്പെടണ്ടായിരുന്നു ഇപ്പൊ തോന്നിപ്പോവാ. അവള് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. നല്ല അഹങ്കാരിയാ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച അനവാ അത്.
ഞാൻ കരുതി അവള് പാവം പിടിച്ച പെണ്ണാവുന്ന. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് അവളൊക്കെ പക്ക ഈ ലിവിങ് ടുഗദർ അങ്ങനത്തെ ഒക്കെ ടൈപ്പാ. എത്ര ആളുടെ കൂടെ കിടന്നെന്നൊക്കെ അവൾക്ക് പോലും അറിയത്തുണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാ. അഹങ്കാരി. ഒന്നുമില്ല. ചെറിയ വേറെ ടോപ്പിക്ക് പറഞ്ഞു. എന്തായാലും അവളെ പറ്റി ഇനി പറയണ്ട. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. ആ ടോപ്പിക്ക് ഞാൻ നിർത്തി. പക്ഷെ നിനക്ക് അവളോട് മറ്റുള്ള ഗേൾസിനെ പോലെ അല്ലാന്ന് എനിക്ക് തോന്നിയിരുന്നു, അതുറപ്പാ. പക്ഷെ അതിങ്ങനെ തുടക്കത്തിലെ മൂഞ്ചൊന്ന് ഞാനും വിചാരിച്ചില്ല. അതൊക്കെ വിട്. അതൊക്കെ വിട്. ചെറിയച്ഛൻ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നേ? ഞാന് വരാം, സമയമാട്ടെ. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. എന്തായാലും പെട്ടെന്ന് നീ കേറ്. എനിക്കൊരു കൂട്ടായാലോ. അതെന്താടാ, നിനക്കിപ്പോ അവിടെ ആരും കൂട്ടണില്ലേ? അങ്ങനല്ല, ചെറിയച്ഛനുണ്ടാവുമ്പോ എനിക്കൊരു എനർജി അല്ലേ. നിന്റെ എനർജി, ആ എനർജി എനിക്കിവിടെ ഭയങ്കര പാരയാണ്. അത് നിനക്കറിയണ്ടല്ലോ. എനിക്ക് വേണ്ടിയല്ലേ ചെറിയച്ച, അതൊക്കെ ഒന്ന് സഹിക്ക്. ചെറിയച്ച, ഞാൻ പിന്നെ വിളിക്കാവേ. ഇതിക്കൊരു കോള് വരുന്നുണ്ട്. ആരാടാ? പുതിയ ചിക്ക് വല്ലതാണോ? ഇത് പുതിയതൊന്നല്ല, പഴയതാ. എന്തായാലും ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യട്ടെ. കുറെ ദിവസമായി വിളിക്കുന്നു. ഇനിയെങ്കിലും എടുത്തില്ലെങ്കിൽ പണി പാളും. എന്നാ ശരി ചെറിയച്ച, ബൈ. ഓക്കേടാ, ബൈ. ഹേയ് പ്രീതി, വാട്ട് എ സർപ്രൈസ്. നീ എന്താടി ഇവിടെ? കല്യാണം കഴിഞ്ഞ 3-ാം ദിവസം ഓഫീസിലോട്ട് കെട്ടിയെടുത്തേ? അതെ അതെ, വല്ല ഹണിമൂണിനും പോകേണ്ട സമയത്ത് ഇങ്ങോട്ട് വന്നേക്കുന്നു. എന്താണ് നിന്റെയൊക്കെ കഥ? അതൊക്കെ ഞാന് ഈ പരിസരത്തോട്ടേ വന്നിട്ടുണ്ടാവില്ല. അവനെ കൊണ്ട് മാക്സിമം മുതലാക്കും. ഇതേപോലെ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? ഞാനൊന്ന് പറയട്ടെ. ആകാശേട്ടൻ എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെയൊക്കെ സർപ്രൈസ് ആക്കാലോന്ന് കരുതി വന്നതാ. ദേ കിടക്കുന്നു. അത് ശരി, എന്തായാലും നല്ല സർപ്രൈസ് ആയി പോയി. സത്യം പറയാലോ, നിന്നെ നല്ല പോലെ മിസ് ചെയ്തു. ഞാനും റോസും നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഓ, ഞാനില്ലാത്ത സമയത്ത് എന്താണാവോ രണ്ടും കൂടി പറഞ്ഞു കൂട്ടുന്നത്? കേൾക്കട്ടെ. എന്ത് പറയാനാ, നിന്റെ കുറ്റും കുറവും പറയാ. അല്ലടി അഞ്ജു, ഒന്ന് പോടി. ഞങ്ങളിങ്ങനെ പറയായിരുന്നു, നിങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്തൂടെ? നീ കൂടി ഇല്ലാത്തോണ്ട് സത്യം പറയാലോ ഇവിടെ ഭയങ്കര ബോറാ. അതന്നെ ഞാനും ആലോചിച്ചത്. ആകാശേട്ടനാണെങ്കിൽ എന്റെ ഇഷ്ടം ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഞാൻ കരുതി ജോയിൻ ചെയ്താലോന്ന്. അതിനെപ്പറ്റി കൂടി സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വന്നേ. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് സാവകാശം ജോയിൻ ചെയ്യാം. എന്തു പറയുന്നു? സന്തോഷം. അങ്ങനെ ആയാലും നീ വന്നാ മതി, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ആകാശേട്ടാ, നമ്മള് ഇനി ഫുഡ് കഴിക്കാനല്ലേ പോന്നേ? ഇവരെയും കൂടി വിളിച്ചാലോ? അവരും പോന്നോട്ടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഇവിടുന്ന് ക്യാൻറ്റീനിൽ കഴിച്ചോളാം. നിങ്ങൾ പോയി കഴിച്ചോ. ഏയ് കമോൺ അഞ്ജു, എന്താ ഇത്? നിങ്ങളും കൂടെ ആ, അതൊക്കെ ഒരു രസമല്ലേ? ഇവിടെ അടുത്ത് തന്നെയല്ലേ ഹോട്ടൽ താജ്, അവിടെ പോവാം. ഇത് ഞങ്ങളുടെ ട്രീറ്റ് ആയി കണ്ടാ മതി, അല്ല ആകാശേട്ടാ? അതെ, ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണല്ലോ. നിങ്ങൾക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പൊ പിന്നെ ഞങ്ങളുടെ കൂടെ അങ്ങ് പോര്. പ്രീതി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ചെറിയ ട്രീറ്റ് ആയി കണ്ടാ മതി. ഇനി ഒന്നും പറയണ്ട, നോക്കി നിക്കാതെ രണ്ടു വരാൻ നോക്ക്. വാ ആകാശേട്ടാ, നമുക്ക് പോവാം. അല്ല, നിങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെ നടക്കാനാണോ പ്ലാൻ? കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലേ? സത്യം പറയാലോ ആകാശേട്ടാ, ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും ഒരു പ്ലാനിങ്ങും ഇല്ല, അല്ല അഞ്ജു? അങ്ങനെയെങ്കിൽ പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ട സമയമായി. രണ്ടുപേരും ഓരോരുത്തരെ കണ്ടു വെക്ക്. ഈ റോസിന് സെറ്റ് ആയാലും നമ്മുടെ അഞ്ജുവിന് സെറ്റ് ആവുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. അവള് സിഗ്മ കളിച്ച് നടക്കാനല്ലേ പ്ലാൻ ഇട്ടേക്കുന്നേ. കളിച്ച് നടക്കട്ടെ, എവിടം വരെ പോകുന്നുണ്ടോ. ആരായി പറയുന്നത്? അവൾ അത്ര ഇല്ലെങ്കിലും ഏതാണ്ട് അവളെ പോലെ തന്നെ ആയിരുന്നല്ലോ നീയും. അതുകൊണ്ട് നീ അങ്ങനെ പറയുന്നു വേണ്ട. നീ എന്തുകൊണ്ടാ
എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് നിനക്ക് പോലും ഇപ്പോഴും അറിയില്ല. സോ അതുപോലെ ഒരാൾ വന്നാൽ അഞ്ജുവിന്റെ മനസ്സ് മാറില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പ്രീതി. ആ ഇവളുടെ കാര്യമായതുകൊണ്ടാ ഞാൻ അത്ര ഉറപ്പ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം എന്നെ പോലെ തന്നെ ആവുമെന്ന്. ഓ, അത്ര സുന്ദരിയാണോ നിന്റെ ആ ചേച്ചി? ആണോന്നോ? കാർത്തി ഒന്ന് കാണാം. കാർത്തി വരെ ഒന്ന് നോക്കിപ്പോ. എന്ത് ഭംഗിയാന്നറിയോ? നല്ല ടാലന്റും. എത്ര പെട്ടെന്ന് ഓഫീസിൽ എല്ലാരും കയ്യിലെടുത്ത്. എനിക്കിടക്ക് ചിലതൊക്കെ തോന്നാറുണ്ട്. പിന്നെ കണ്ടാലൊരിക്കലും 30 തോന്നത്തു കൂടിയില്ല. എന്റെ പ്രായം കൂടി തോന്നില്ല. സത്യം, അത്രക്ക് സുന്ദരിയാ അഞ്ജു ചേച്ചി. ഓ, അഞ്ജു ചടച്ചല്ലോ. എവിടെ പോയാലും അവളുടെ പേരാ. നീ എന്താ കാർത്തി ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ അച്ചു, നീ പറ. ആ നിനക്കിപ്പോ ഒന്നും പറയാൻ കാണില്ലല്ലോ. നീ ഒരുപാട് മാറിപ്പോയി കാർത്തി. അന്ന് ആ കല്യാണത്തിന് പോലും നീ എന്നെ മര്യാദക്ക് മൈൻഡ് പോലും ചെയ്തില്ല. എനിക്ക് നല്ല വിഷമായി. എത്ര വിളിച്ചു ഞാൻ, എന്നിട്ട് ഫോണും എടുത്തില്ല. നീ എന്തിനാ അങ്ങനെയൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? എന്റെ പൊന്നച്ചു, നീ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തെ? ഞാൻ ആദ്യം പറഞ്ഞല്ലേ എന്റെ വീട്ടുകാർക്കൊന്നും ഈ റിലേഷൻ അറിയില്ലാന്ന്. ആകാശേട്ടൻ എന്റെ കസിൻ ബ്രദറാ. അപ്പോൾ എന്റെ റിലേറ്റീവ് എല്ലാവരും അവിടെ ഉണ്ടാവും. അവരുടെ ഇടയിൽ നിന്നെ കൊഞ്ചിച്ച് നടക്കാൻ പറ്റുമോ? നീ എന്താ ആലോചിക്കാത്ത? അപ്പൊ നിനക്കെന്താ നമ്മുടെ റിലേഷൻ വീട്ടിൽ പറഞ്ഞ എന്നാ ഈ പ്രശ്നമില്ലല്ലോ. എനിക്കിതൊന്നും പറ്റുന്നില്ല. നീ വീട്ടിൽ സംസാരിക്ക്. അവര് സമ്മതിക്കാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പപ്പയോട് പറയാം. പപ്പ വന്ന് സംസാരിച്ചോളൂ. ഈശ്വര, ഇവള് തലയിലാവുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. സോ തേക്കാനുള്ള സമയമായി. എത്രയും പെട്ടെന്ന് ഇവളെൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കണം. ആ അതേ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നീ ഇപ്പം കഴിക്കും. ആ പ്രീതി, നിങ്ങളെന്നാ പാർക്കിങ്ങിലോട്ട് പൊക്കോ. ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. ഓക്കെ? ആ ഏട്ടൻ പൊക്കോ. വാടി നമുക്ക് പോ. വാ പോവാം. അതെ, ഒരു മിനിറ്റ്. അത് അശ്വതിയല്ലേ? കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ. ഓ, അവളുടെ ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് ആവും. അപ്പൊ ഇതിനാണ് അവള് ലീവ് എടുത്തല്ലേ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. അങ്ങോട്ട് നോക്കടി. ദേ കണ്ടോ? ആ അവളിങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. എന്തായാലും നമ്മളെ കണ്ടു. ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം അല്ലേ? വാ പോ. ആരിത്? അഞ്ജേച്ചിയോ? നിങ്ങളും ഉണ്ടോ? ഞാനതേ കാർത്തിനോട് അഞ്ജു ചേച്ചിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോഴേക്കും മുന്നിൽ കൊണ്ട് നിർത്തിയല്ലോ. കാർത്തി, ഇതാ ഞാൻ പറഞ്ഞ അഞ്ജു ചേച്ചി. ഇങ്ങോട്ട് നോക്ക്. ഇവളാണോ ആ അഞ്ജു ചേച്ചി? ഇവനാണോ അവളുടെ ലവർ? നീ പറഞ്ഞ പോലെ സുന്ദരിയാണല്ലോ നിന്റെ അഞ്ജു ചേച്ചി. അതല്ലേ ഞാൻ പറഞ്ഞേ, ആര് കണ്ടാലൊന്ന് നോക്കി പോന്ന്. ഇപ്പൊ പറ, ചേച്ചിയെ കണ്ടാല് 30 വയസ്സാണെന്ന് തോന്നും ഇല്ലല്ലോ? ശരിയാ, 30 വയസ്സായെന്ന് തോന്നത്തേയില്ല. അതാണ്. അഞ്ജേച്ചി, ഇതെന്റെ ബോയ് ഫ്രണ്ട് കാർത്തിക്. ഹായ്, ഐ ആം കാർത്തിക്. കണ്ണ, നീയും അശ്വതിയും ശരിക്കും റിലേഷൻഷിപ്പിലാണോ? ആ ഏട്ടതി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഞങ്ങളും ശ്രദ്ധിച്ചു. നീ പിന്നെ ആരെയാ ശ്രദ്ധിച്ചേ? അത് ഞാൻ പറ. ആകാശേട്ടനാണല്ലോ. ഒരു മിനിറ്റ്. അപ്പൊ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാനാണ് നീ ഇന്ന് ലീവ് എടുത്തേ അല്ലേ? അത് പിന്നെ മതി. അച്ചു, എന്നാ നമുക്ക് വിട്ടാലോ? നിനക്കിനി ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞല്ലേ? വാ, സമയം വൈകുന്നു. നീ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവോ? താങ്ക് യു. നേരത്തെ പറഞ്ഞപ്പോ നീ വരുന്നില്ല എന്നല്ലേ പറഞ്ഞ്. ഇപ്പൊ എന്താ പറ്റി? എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷായി. വാ നമുക്ക് പോവാം. എന്നാ ഞങ്ങള് പോവാട്ടോ. അഞ്ജേച്ചി, റോസേച്ചി.
ബൈ. എന്നാ ഞങ്ങള് പോട്ടെ. അഞ്ചു ചേച്ചി കാണാം. ബൈ.